നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയത് അത് ഒരു കൂട്ടർക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ട്. പക്ഷെ മറ്റ് ആ ഒരു വരവിൽ സന്തോഷിക്കുന്ന കുറച്ച് പേർ കൂടിയുണ്ട്. ഇപ്പോൾ ഇതാ രാഹുൽ പാലക്കാട് MLA ഓഫീസിൽ എത്തിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് നടി സീമാജി നായർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷം തോന്നിയ ദിവസമെന്നാണ് സീമാജി നായർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. കേട്ട തെറികൾക്ക് കുറവില്ല, തന്നെ സ്നേഹിക്കുന്നവരോട് കമന്റ് നോക്കരുതെന്ന് പറഞ്ഞുവെന്നും സീമാജി നായർ വ്യക്തമാക്കുന്നുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും പറ്റുന്ന നാട്ടിൽ പറയണമെന്ന് തോന്നിയ കാര്യം താൻ പറഞ്ഞുവെന്നും സീമാജി നായർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: കേട്ട തെറികൾക്ക് കുറവില്ല, കേട്ടാൽ അറയ്ക്കുന്ന പലതും കേട്ടു. എന്നെ സ്നേഹിക്കുന്നവരോട് കമന്റ് നോക്കരുതെന്ന് പറഞ്ഞു. സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും പറ്റുന്ന ഈ നാട്ടിൽ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ആകാനേ കഴിയൂ. ഇന്ന് ഏറെ സന്തോഷം തോന്നിയ ദിവസം എന്ന് പറഞ്ഞായിരുന്നു സീമാജി നായർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത്. ഇത്തരത്തിലൊരു പോസ്റ്റ് വരാൻ കാരണമുണ്ട്. നേരത്തെ സീമാജി നായർ പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിവാദമായിരുന്നു. അതിന് പിന്നാലെ ചില രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമൊക്കെ നേരിടേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം MLA ഓഫീസിൽ രാഹുൽ എത്തിയതിന് പിന്നാലെ സന്തോഷമെന്ന പോസ്റ്റുമായി സീമാജി നായർ രംഗത്ത് വന്നത്. ലൈംഗിക ആരോപണം ഉയർന്ന സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് നടി സീമാജി നായർ രംഗത്തെത്തിയിരുന്നു. എവിടെയെങ്കിലും ഒരാൾക്കായി വഴിതെറ്റില്ലെന്നും രണ്ടുപേര് തുല്യ പങ്കാളികളായിരിക്കുമെന്നായിരുന്നു സീമാജി നായർ അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും. പെട്ടെന്നൊരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും. ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം. വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത്. വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിൻ്റെയും കുറ്റക്കാരനാണെന്ന് അറിഞ്ഞതിന്റെ ഔചിത്യബോധം മനസ്സിലാകുന്നില്ല എന്നായിരുന്നു സീമാജി നായർ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ? നീതി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തിനും കിട്ടേണ്ടതാണ്. അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ബാധിക്കേണ്ടതുമാണ്. രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട്. അതിലോട്ടൊന്നും പോകാതെ ഈ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. കേസില്ലേൽ കേസുണ്ടാക്കും, അതിന് തെളിവുകളും ഉണ്ടാക്കും, എന്നിട്ട് അറസ്റ്റ് ചെയ്യും. എതിർചേരിയിലെ തലവെട്ടി ചൂട് ചോര കുടിക്കാൻ കാത്ത് നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക എന്നായിരുന്നു സീമാജി നായർ ഫേസ്ബുക്കിൽ അന്ന് കുറിച്ചത്. 41 വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖം മൂടി അണിഞ്ഞ നിരവധി ആൾക്കാരെ താൻ കണ്ടു. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനമായി നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: ഇതിലും വലുതെന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു. മുൻ അനുഭവങ്ങൾ അതാണ്. എരുതിയിൽ എണ്ണ ഒഴിച്ച് തരാൻ കുറെ പേരുണ്ടാകും. അവരുടെ ഉദ്ദേശം, അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല. തിരഞ്ഞെടുപ്പ് അടുത്തതിന്റെ വെടിപൊട്ടിക്കലുകളാണ് ഇവിടെ നടക്കുന്നത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ്. രാഹുൽ ഈശ്വറിനെ പോലുള്ള ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. എതിർചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ എതിർ സ്വരത്തിലാണെങ്കിലും ചിന്തകൾ എതിർദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു. ഈ സമയവും കടന്നു പോകും. രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക എന്നായിരുന്നു സീമാജി നായർ പറഞ്ഞിരുന്നത്. അന്ന് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പൊങ്കാല ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് തനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. തുടർ ഭരണം ഉറപ്പായ സമയത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണ ബോംബ് ഇവിടെ പൊട്ടിക്കുകയുണ്ടായി. ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ ആഴം അളക്കാൻ ആർക്കും കഴിയില്ല. പിതൃതുല്യൻ എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റി പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല. ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമാക്കി എന്നും പറഞ്ഞ് ഡേറ്റും സമയവും വരെ പുറത്തു വന്നു. സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആ മനുഷ്യൻ തന്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നു പോയി കാണും. ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളത്
എന്നുള്ളതാണ്. കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മാധ്യമവേട്ടയും അവഹേളനങ്ങളും കല്ലെറിയൽ വരെയും ഉണ്ടായി. ജനകീയനായ മുഖ്യമന്ത്രിയിൽ നിന്നും ആഭാസനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റി. എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി. ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാവും. അസുഖത്തിന്റെ കാഠിന്യത്തിനേക്കാളും ഉലഞ്ഞുപോയത് ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആയിരിക്കും. ഉമ്മൻചാണ്ടി സാറിനെതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവാം. ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും താൻ ടിവിയുടെ മുന്നിൽ നിന്ന് മാറാതെയിരുന്നു. അന്ന് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം, ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ്. ചില പാർട്ടിയിൽ താൻ കണ്ടിട്ടുള്ളത് അവരവരുടെ പാർട്ടിക്കാർ, നേതാക്കന്മാർ, MLA മാർ, മന്ത്രിമാർ, എന്തിനു വേറെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും എന്ത് വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ ഏറെയാണ്. സദാചാര മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കള്ളസത്യവും സത്യം കള്ളവുമായി മാറാൻ നിമിഷങ്ങൾ മതി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. സമ്മർദ്ദം ചെലുത്തി പരാതി എടുത്തുകൂടായില്ല. മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒരാൾക്കായി വഴിതെറ്റില്ല. തെറ്റുന്നുവെങ്കിൽ അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും. അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും? വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും. പെട്ടെന്നൊരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും. ഏതൊരാളിൽ നിന്ന് മോശം സമീപനം വന്നാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം. വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത്. വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാറ്റിന്റെ കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന് ഔചിത്യബോധം മനസ്സിലാകുന്നില്ല. ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ? നീതി എന്ന് പറയുന്നത് രണ്ടു ഭാഗത്തിനും കിട്ടേണ്ടതാണ്. അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു ഭാഗത്ത് ബാധിക്കേണ്ടതുമാണ്. രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട്. അതിലോട്ടൊന്നും പോകാതെ ഈ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് എന്നതടക്കമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ഈ സീമാജി നായർ നേരത്തെ പങ്കുവച്ചത്. എന്തായാലും ഇപ്പോൾ ആ ഒരു സമയത്ത് അത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അതുപോലെ തന്നെ കമന്റുകളിലൂടെയുള്ള ആക്രമണമൊക്കെ സീമാജി നായർ നേരിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ തിരിച്ചെത്തിയപ്പോൾ സന്തോഷമെന്ന ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. പാലക്കാട് സജീവമാകാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയിരുന്നു. പ്രതിഷേധവുമായി DYFI BJP രംഗത്ത് വന്നിരുന്നു. ഓഫീസിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള വെല്ലുവിളികളാണ് ചുറ്റുമുള്ളത്. അതെല്ലാം മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ സജീവമാകുമെന്ന ഒരു ചോദ്യവും കൂടി ശക്തമാവുന്നുണ്ട്. തീർച്ചയായിട്ടും വരും മണിക്കൂറുകൾ അത്തരത്തിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിന് നേരെ അലയടിക്കുമോ എന്ന ചോദ്യമൊക്കെ ബാക്കിയാവുന്നുണ്ട്. അതിനെല്ലാം ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രാദേശിക നേതൃത്വം അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.